2024 മൂന്നാം മാസത്തെ ഈ ട്രിപ്പ് വിവരങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൽ ഈ കിലോമീറ്ററും ഫെയറും 10.5 കിലോമീറ്റർ ഓടിയതിന് അരമണിക്കൂർ ദൈർഘ്യം 220 രൂപ കിട്ടി. ക്യാഷ് കളക്ഷൻ 280 ആണ്, 200 രൂപ കിട്ടി. നിലവിൽ ഇൻഫോ പാർക്ക് ഭാഗത്തുനിന്ന് കരിങ്ങാച്ചിറയിലോട്ട് അല്ലെങ്കിൽ കരിങ്ങാച്ചിറ റെയിൽവേ സ്റ്റേഷനിൽ ഇൻഫോ പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 9.5 കിലോമീറ്ററാണ്. 9.5 കിലോമീറ്റർ, ചിലപ്പോൾ 10 കിലോമീറ്റർ ആകാം. ഈ പറഞ്ഞ 9.5 കിലോമീറ്റർ നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 183 രൂപയ്ക്കാണ്. നോക്കണം, 183 രൂപയ്ക്ക്. ഈ നിലവിൽ യൂബർ ഗോ ട്രിപ്പ് 150 ക്യാഷ് കളക്ഷൻ ഉള്ളത് 120 രൂപ എനിക്ക് കിട്ടി. അതായത് 3.25 3.4 കിലോമീറ്റർ ഓടിയതിന് എനിക്ക് 120 രൂപ എനിക്ക് കിട്ടി. ഇപ്പം നിലവിൽ 3.20 നിലവിൽ 3.4 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 107 അല്ലെങ്കിൽ 105 രൂപയൊക്കെയാണ്. ഈ 13.5 കിലോമീറ്ററിന് 255 കിട്ടിയൊരു സമയമാണ്. ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രിപ്പുകളുടെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ 14 കിലോമീറ്റർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 210 രൂപയൊക്കെയാണ്. 7.5 കിലോമീറ്ററിന് 17 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രിപ്പിന് 173. നിലവിൽ ഈ പറഞ്ഞ 7.5 കിലോമീറ്ററിന് നിലവിൽ 149, 155, 160 ഒക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു 19 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഇന്റർസിറ്റി ട്രിപ്പാണ്. 350 രൂപ എനിക്ക് കിട്ടി. ഇത് അതേപോലെ 10.4 കിലോമീറ്ററുള്ള ട്രിപ്പിന് 211 രൂപ. അടുത്തത് 9.61, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇൻഫോ പാർക്ക് ടു കരിങ്ങാച്ചിറ അല്ലെ വൈസ് വേഴ്സ, ഈ പറഞ്ഞ തരത്തിലുള്ള കിലോമീറ്റർ ട്രിപ്പിന്, അതായത് അതിന് സമാനമായിട്ടുള്ള 9.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രിപ്പിന് 203 രൂപ നമുക്ക് കിട്ടി. അതായത് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ ട്രിപ്പുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 170 സംതിങ് ടു 186 ആ റേഞ്ചിലാണ്. അടുത്തൊരു 8 കിലോമീറ്റർ ട്രിപ്പിന് 180 രൂപ. നിലവിൽ 8 കിലോമീറ്റർ ട്രിപ്പിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്രയാണ്? 8 കിലോമീറ്റർ 155 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 12 കിലോമീറ്ററിന് 239, 240. 14 കിലോമീറ്ററിന് 270 കിട്ടി. 5.5 കിലോമീറ്റർ 146. കഴിഞ്ഞ ദിവസങ്ങളിൽ 5.5 കിലോമീറ്ററിൽ യൂബർ കാണിച്ചത് 145 ഒക്കെയാണ്, ബട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 129, 134 ഒക്കെയാണ്. മുൻകാലങ്ങളിലെത്തി അതേപോലെ ഇപ്പോഴത്തെ ഫെയറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് യൂബർ എന്ന് മാത്രമല്ല, റാപ്പിഡോയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് തുടക്കകാലത്ത് റാപ്പിഡോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം നോക്കുമ്പോൾ യൂബറിനെക്കാട്ട് ഫെയർ കുറവാണ് പലപ്പോഴും റാപ്പിഡോയിൽ. അങ്ങനത്തെ ഒരു സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ മാറി. എനിക്ക് അത്യാവശ്യം പൈസക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് പൈസ ഉണ്ടാക്കണം എന്ന് ശടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ ചവറ് ട്രിപ്പുകളും അറ്റൻഡ് ചെയ്ത് പോകും. അതേ സമയത്ത് ഒരു ഒത്തൊരുമയോടെ നമ്മൾ മേൽ പറഞ്ഞ രീതിയിൽ ഇത്ര മിനിമം ഫെയർ കിട്ടുന്ന ട്രിപ്പുകൾ മാത്രം എടുത്താൽ മതി എന്ന് എല്ലാവരും ശടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും വാശി പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഫെയർ ഒരിച്ചിരി കൂടും. നമ്മൾ പൂർണ്ണമായിട്ടും യൂബർ പോലുള്ള ഇത്തരത്തിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫെയർ നൽകിക്കൊണ്ടിരിക്കുന്ന അതിനൊക്കെ കമ്മീഷൻ പിടിച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനികളുടെ ട്രിപ്പുകൾ നമ്മൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ബാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആക്സെപ്റ്റൻസ് റേറ്റിംഗോ അല്ലെ ക്യാൻസലേഷൻ റേറ്റിംഗോ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മൾ മിനിമം മാന്യമായിട്ടുള്ള തുക കിട്ടുന്ന ട്രിപ്പുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ എല്ലാ ഡ്രൈവർമാരും ഒരു പിടിവാശിയിലേക്ക് നിൽക്കുക. കഴിഞ്ഞ ജനുവരിയിലുള്ള ട്രിപ്പ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓരോ ദിവസം പിന്നോട്ടേക്ക് നിങ്ങൾ കടന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള ഫെയർ ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അവർ നമ്മളെ ഈ പറഞ്ഞ കുത്തക കമ്പനികൾ നമ്മളെ എങ്ങനെയാണ് ഇതിൽ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നും അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലോ ഫെയർ ട്രിപ്പുകൾ എടുക്കാൻ നിർബന്ധിതരാക്കുന്നതും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒത്തിരി പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എളുപ്പം യാത്ര നടത്താൻ സാധിക്കുന്ന ഒരു നല്ലൊരു സംവിധാനം തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നമ്മൾ ഈ തുച്ഛമായിട്ടുള്ള ഫെയറിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ മിനിമം ഫെയർ നമുക്ക് ലഭ്യമാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 130 രൂപയുടെ മുകളിലായിരിക്കണം മിനിമം ഫെയർ. അതായത് 3 കിലോമീറ്റർ പോകേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ പോകേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം 130 രൂപ ഫെയർ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലെ പോലെ ബേസ് ഫെയർ ആയിട്ടുള്ള 70-75 രൂപ, അതേപോലെ കിലോമീറ്ററിന് 11 രൂപ അല്ലെ 12 രൂപ അല്ലെ 15 രൂപ, മിനിറ്റിന് 1 രൂപ എന്നുള്ള രീതിക്ക് പഴയതുപോലുള്ള ഫെയറുകൾ തിരിച്ചു കൊണ്ടുവരാൻ കമ്പനിയായിട്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രൈക്ക് എടുത്തിട്ടോ എന്തെങ്കിലും ഒരു ഇതിൽ കൊണ്ടെത്തിക്കുക. കാരണം എല്ലാന്നുണ്ടെങ്കിൽ അന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിൽ ഫെയർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്ന് കുറച്ച് മുന്നേ ബോംബെ ഒരു വ്ളോഗറിന്റെ വീഡിയോ ഉണ്ട്. 24 കിലോമീറ്ററിന് 247 രൂപ, 35 കിലോമീറ്ററിന് 347 രൂപ. ഞാൻ വ്ളോഗ് കാണുന്ന ഒരാളാണ്. ഞാൻ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസിന്റെ വ്ളോഗ് ഞാൻ കാണുന്ന ഒരാളാണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,